വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. 23-ാം ദിവസം. കന്യാമറിയത്തിൻ്റെ വിശുദ്ധ ഭർത്താവായ യൗസേപ്പ്. ദൈവവചനം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ധ്യാനം. സ്നേഹത്തിലാണ് ഭാര്യാഭർത്തൃബന്ധം ആരംഭിക്കേണ്ടതും സഞ്ചരിക്കേണ്ടതും പുഷ്പിക്കേണ്ടതും. സ്നേഹം നഷ്ടമായാൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചേക്കും, പക്ഷേ അത് ഭാര്യയും ഭർത്താവുമാകില്ല. ഭാര്യയെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കുവാനും അവളുടെ മനോവേദകളിൽ ഒപ്പം സഞ്ചരിക്കുവാനും കഴിയുക എന്നത് ഭർത്താവിൻ്റെ ചുമതലയാണ്. ഒരു നല്ല പിതാവും ജാഗ്രതയുള്ള സംരക്ഷകനും പൗരുഷം നിറഞ്ഞ ജീവിത പങ്കാളിയും ഭർത്താവിൽ നിറഞ്ഞു നിൽക്കണം. വീടാകുന്ന സഭയെ പണിയുന്ന ജോലിയാണല്ലോ ഒരു കുടുംബം ഏർപ്പെട്ടിരിക്കുന്നത്. പരസ്പരം ശ്രവിക്കാനും പങ്കുവയ്ക്കുവാനും കഴിയുമ്പോൾ ഗാർഹിക സഭ മനോഹരമാകും. നല്ല പിതാക്കന്മാർ എന്നതുപോലെ നല്ല ഭർത്താക്കന്മാരും വേണം. പരസ്പര ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് ഭാഗ്യമാണ്. ദൈവം നമ്മിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ അടയാളമാണ് അത്. എന്നാൽ ചിലർക്ക് അതിന് അവസരം നൽകിയെന്ന് വരില്ല. അവിടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹത്തിന് കുറവില്ല. സത്യത്തിൽ കൂടുതൽ പരസ്പരം സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനുമാണ് ദൈവം അവരെ വിളിക്കുന്നത്. ദാമ്പത്യബന്ധം സൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ ദൈവമക്കളെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിയും. ഏറ്റവും നല്ല ഭർത്താവാണ് ജോസഫ്. മറിയത്തെയും അവളിൽ വന്നു പിറന്ന ദിവ്യരഹസ്യത്തെയും കാത്തുപരിപാലിക്കാനുള്ള വിളി ലഭിച്ച വിശുദ്ധാത്മാവ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അവന് കഴിഞ്ഞു. ആധിപത്യം നടത്തിയോ അടിച്ചമർത്തിയോ അല്ല ജോസഫ് മറിയത്തെ സ്നേഹിച്ചത്. തന്നെ നൽകിയും വിശ്വസ്തതാപൂർവ്വം ശുശ്രൂഷിച്ചും മൗനം പാലിച്ചും അവൻ അവളെ ചേർത്ത് പിടിച്ചു. ദൈവം ജോസഫിനെ ഓർമ്മിപ്പിച്ചു, ദൈവം നിനക്ക് തന്നിരിക്കുന്ന മറിയമെന്ന ഈ ദാനത്തെ നീ സ്വീകരിച്ചാലും മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെയാണിവൾ. അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെയാണിവൾ. വസന്തത്തിലെ പനിനീർ പോലെയും നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെയുമാണിവൾ. അവളെ ആഴത്തിൽ സ്നേഹിക്കുക, കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണവൾ. സൃഷ്ടികളിൽ ഏറ്റവും പൂർണ്ണതയുള്ളതും പ്രിയപ്പെട്ടതുമാണ്. അവളെപ്പോലെ ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഏതൊരു ഭർത്താവും ഭാര്യയെ നോക്കി പറയേണ്ട വാക്കുകളാണിത്. നിന്നെപ്പോലെ ഒരുവൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. എൻ്റെ ജീവൻ്റെ ജീവനും ആത്മാവിൻ്റെ ആത്മാവും. ഓ പരിശുദ്ധനായ യോസേപ്പേ, നീ മറിയത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതുപോലെ ചെയ്യുവാൻ എല്ലാ ഭർത്താക്കന്മാർക്കും കൃപ നൽകണമേ. ഗാർഹിക സഭയുടെ പിതാവാണ് ഭർത്താവെങ്കിൽ തിരുസഭയാകുന്ന വധുവിൻ്റെ ഭർത്താവാണ് ഇടയന്മാർ. തിന്മയിൽ നിന്ന് സഭയെ പൊതിഞ്ഞു പിടിക്കാനും നന്മയിലും പരിശുദ്ധിയിലും സഭയെ പരിപോഷിക്കാനുമുള്ള പ്രത്യേക വിളി ലഭിച്ചവർ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവൻ്റെ രണ്ടാം ആഗമനം വരെയും സഭയെ സ്നേഹിച്ച് ശുശ്രൂഷിക്കേണ്ടവർ. ഇവിടെയും ആധിപത്യമോ മേൽക്കോയ്മയോ അല്ല ഇടയനെന്ന ഭർത്താവിനെ കുലീനനാക്കുന്നത്, മറിച്ച് അവൾക്കായി ജീവിതം സമ്പൂർണ്ണമായി നൽകുന്നതിലൂടെയാണ്. സഭയാകുന്ന വധുവിൻ്റെ ഏറ്റവും നല്ല ഭർത്താവ് സഭയ്ക്കായി ഏറ്റവും കൂടുതൽ സഹിക്കുന്ന ഇടയനാണ്. മറിയമെന്ന വധുവിനായി ഏറ്റവും കൂടുതൽ സഹിച്ച ഭർത്താവായിരുന്നല്ലോ യൗസേപ്പ്. സ്നേഹമില്ലാത്ത പ്രാർത്ഥനകൾ നടത്തിയും സമർപ്പണമില്ലാതെ ബലികളർപ്പിച്ചും കാരുണ്യമില്ലാതെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടും വല്ലാതെ വിഷമിക്കുന്നുണ്ട് സഭയാകുന്ന വധുവിനെ മാപ്പിരക്കണം. പ്രാർത്ഥന. കന്യാമറിയത്തിൻ്റെ ഏറ്റവും വിശുദ്ധനായ ഭർത്താവേ, കുടുംബങ്ങളിൽ നല്ല ഭർത്താക്കന്മാരെയും സഭയിൽ നല്ല ഇടയന്മാരെയും തന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ.